ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലിക്ക് ആൻഡ് കുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാനൊരു ടീ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ക്രേപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇത് ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പിന്നെ നല്ല ചീസി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും പെട്ടെന്ന് ഇഷ്ടപ്പെടും. പിന്നെ പ്രത്യേകിച്ച് റംദാൻ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഫ്താർ സ്നാക്കായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 9 ക്രേപ്സ് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അര ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു 10 മിനിറ്റത്തേക്ക് അങ്ങ് മാറ്റി വെക്കാം. നമുക്ക് ക്രേപ്പ് ബാറ്റർ റെഡിയാക്കാം ഈ സമയം കൊണ്ട്. ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടങ്ങ് വിസ്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 കപ്പ് മൈദ കൂടി ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി 1 കപ്പ് പാല് കൂടി ചേർക്കണം. പാല് കുറച്ചായിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കട്ട കെട്ടിപ്പോവില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീപ്പ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലംസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഉള്ളിയും 1/2 ക്യാപ്സിക്കവും ചോപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരത്തേക്ക്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമുക്ക് മാറ്റി വെക്കാം. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ചിക്കൻ കവറാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം. കുക്കായി വരുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇവിടെ ഒന്ന് ചെറുങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രേപ്പ് റെഡിയാക്കണം. ഇതിനുവേണ്ടി വീണ്ടും ഒരു പാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒരു തിൻ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് കുക്കാവണം. മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം.
അപ്പോൾ നമ്മുടെ ക്രേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി ക്രേപ്പ് സീൽ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു തിക്ക് പേസ്റ്റ് കൂടി ഉണ്ടാക്കണം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്റർ യൂസ് ചെയ്ത് തന്നെ ക്രേപ്പ് സീൽ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 1 ടേബിൾ സ്പൂൺ മൈദയും 2-3 ടീസ്പൂൺ വെള്ളവും കൂടി മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രേപ്പിനെ ഫിൽ ചെയ്യാം. ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് കൂടി ഇതിലേക്ക് വെച്ചെടുക്കാം. വീണ്ടും ടോപ്പിലായിട്ട് കുറച്ചുകൂടി മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. പേസ്റ്റ് കൂടി എല്ലാ സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇളകി പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ക്രീമും നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബോക്സസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്യാം. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും കൂടി നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ക്രേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കായാലും വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഗുഡ് ബൈ ഫ്രം ക്ലിക്ക് ആൻഡ് കുക്ക് റെസിപ്പീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.